ഹലോ കൂട്ടുകാരെ, എന്നത്തെ പോലെ നല്ലൊരു സുപ്രഭാതവുമായി ഇതാ നല്ല മോർണിംഗ് വൈബ്. അഷ്ടമുടിക്കായലിൻ്റെ മുമ്പിൽ ഈ വൈബ് കാണുവാനായി എത്ര ടൂറിസ്റ്റ് ബോട്ടുകളാണ് എന്നറിയാവോ അക്കരെ മൺട്രോത്തുരുത്ത് ഭാഗത്തിപ്പോൾ. അവിടെ പോയാൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു സൺറൈസും ആ ഒരു വൈബും ഒക്കെ സൂപ്പറാണ്. ഈ കാണുന്ന ചീനവലകളിലെ മത്സ്യങ്ങളുമായി അങ്കിൾമാർ ഇപ്പോൾ കരയ്ക്കെത്താറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു വീട്ടിൽ അങ്കിൾ ഇപ്പോൾ കരയ്ക്കെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അങ്കിളിൻ്റെ പേര് ലൂക്ക എന്നാണ്. അങ്കിളും ആൻറ്റിയും മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിങ്ങിണി പിടിച്ച് അതീവ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നു. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻ എന്ന് പറയുന്ന സൂചിക്കൊഴുവ അഥവാ ചൂട. അത് വളരെ നല്ല കാൽസ്യം സമ്പുഷ്ടമായൊരു മീനാണ്. ഇംഗ്ലീഷിൽ ലങ്കോവി എന്ന് പറയും. അതുപോലെ തന്നെ ഈ ചുവന്ന കുട്ടികൾ കാണുന്ന മത്സ്യത്തിൻ്റെ പേര് നന്ദൻ. അത് ഇംഗ്ലീഷിൽ ഫോൾസ് വൈറ്റ് സഡീൻ എന്ന് പറയും. ഇത് രണ്ടും കാൽസ്യത്തിനാൽ അതീവ സമ്പുഷ്ടമായതാണ്. ഗർഭിണികൾക്കും രോഗികൾക്കും തൈറോയ്ഡ് പേഷ്യൻസിനും ഒക്കെ ഇത് സൂപ്പ് വെച്ച് കുടിക്കുക, ഇതുകൊണ്ട് വിവിധതരം കറികൾ ഉണ്ടാക്കുക ഒക്കെ നല്ലതാണ്. ഫ്രൈ ചെയ്യുക നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നന്നാക്കി എടുക്കാൻ അല്പം പ്രയാസമാണ്, പ്രത്യേകിച്ച് നന്ദൻ മീൻ നന്നാക്കി എടുത്താൽ കടുമുറി ഫ്രൈ ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ്. നന്നാക്കാൻ എത്ര നേരം, മണിക്കൂറുകളോളം പിടിക്കും. കാര്യം ഒന്നാമത് ചെറിയ മത്സ്യമാണ്, കയ്യിൽ പിടിക്കുവാൻ പാടാണ്. പിന്നീട് അതിനെ നന്നായി വൃത്തിയാക്കി എടുക്കണം. ഉപ്പിട്ട് പരലുപ്പിട്ട് നന്നായി തേച്ച് കഴുകിയെടുക്കണം. പക്ഷേ ടേസ്റ്റ് അപാരമാണ്. അല്പം മസാലയൊക്കെ പുരട്ടി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ അത് മാത്രം മതി ചോറ് കഴിക്കാൻ. അങ്കിളിനോട് ആൻറ്റിയോട് അല്പം മീൻ, കായൽ മീൻ വേണം, അതുപോലെ കടൽ മീൻ വാങ്ങി വരണേ എന്ന് ഞാൻ ഏൽപ്പിച്ചു. ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി നല്ല കണമ്പും ഞുണ്ണായും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇതൊന്നും ഐസിലാത്ത വളരെ ഫ്രഷായ മീനാണ്. ലൈവായി ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്ന മീനാണ്. അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പെറുക്കി വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ആൻറ്റി ഏൽപ്പിക്കുന്നുണ്ട്, അല്പം സൂചിക്കൊഴുവ കൂടി വേണം. ഇന്നെന്തായാലും ഒന്ന് പീര വറ്റിക്കാമെന്ന് വെച്ചു. അമ്മയോട് പറഞ്ഞു നോക്കാം, മാങ്ങയൊക്കെ ഇട്ട് പീര വറ്റിക്കാൻ നല്ലതാണ്. അങ്ങനെ അതൊക്കെ വാങ്ങി കിങ്ങിണിപ്പൂച്ചയുടെ തണ്ടും ഗമയും ഒക്കെ കണ്ട് ഞാനും എൻ്റെ മോളും മുമ്പോട്ട് പോകാമെന്ന് വെച്ചു വീട്ടിലേക്ക്. കുറേ നേരം ഞങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞു നിന്നു. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അവൾ സ്പീഡിൽ നടക്കുകയാണ്. സുന്ദരം വീട്ടിൽ എന്തൊക്കെ കാന്തിക്കൂട്ടിയാവോ. ഹായ്, ഞങ്ങളപ്പോൾ പോയിട്ട് വരട്ടെ. സുന്ദരൻ എന്തായോ ആവോ.